ഇന്ന് നമുക്കൊരു അടിപൊളി ടേസ്റ്റിൽ കപ്പക്കറി ഉണ്ടാക്കിയാലോ. അതിനായി കുറച്ച് കപ്പ ഇതുപോലെ അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊന്ന് ഊറ്റിക്കളയാം. 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ, 3 മുളക്, കുറച്ച് ജീരകം, ഒരു വെളുത്തുള്ളി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഈ അരപ്പ് വെന്ത് വന്ന കപ്പയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. ഇനി ഒരു ചീഞ്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കടുകും 10 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും ഒന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് വീണ്ടും നന്നായി ഇളക്കുക. 1 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മുരിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി അവസാനം നമ്മളുടെ കറിയിലോട്ട് ഇട്ട് കൊടുത്താൽ അടിപൊളി കപ്പക്കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.